Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടില്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ആൻഡ്രോയിഡ് സീരീസ് അല്ല, എല്ലാവർക്കും അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. കാര്യം ഫേസ്ബുക്കിലായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഏറ്റവും കൂടുതലായിട്ട് ഇച്ചിരി ഒന്ന് ഓൺലൈൻ പർച്ചേസിലൂടെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ് മാaz beatz എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. മാaz beatz എന്ന് പറയുന്ന കമ്പനിയുടെ മാaz beatz എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ അതിന്റെ വീഡിയോസ് ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്ന ഒരു 3-4 ബ്രാൻഡ് സ്റ്റീരിയോസ് എടുത്താണ്. അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു സ്റ്റീരിയോ മാത്രം എനിക്ക് പണി വന്നു. അത് ടെസ്റ്റിലാണ് കിട്ടിയത്. ആ ടെസ്റ്റിലെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തായാലും. അപ്പോൾ ടെസ്റ്റിൽ എനിക്ക് അടുത്ത് ചെറിയൊരു പണി കിട്ടി. കാര്യം നല്ല ഹാങ്ങും കാര്യങ്ങളും. പക്ഷേ അവരെ നോർമൽ സ്റ്റീരിയോക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാനെങ്ങനെ ഇരുന്ന നേരത്തെ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തു. അവരെനിക്കൊരു പുതിയൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ഇതായിരിക്കുന്നത്. കാര്യം ഞാൻ പഴയതിൻ്റെ വീഡിയോസ് എന്ന് വെച്ചാൽ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ മോഡലിനകത്ത് DSP കണക്ഷൻസും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അവർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് 11 കഴിഞ്ഞ് ആൻഡ്രോയിഡ് 12 കാലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് ഇങ്ങനെ വരുത്തി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് സീരീസ് ഒക്കെ പൊതുവെ വന്നിട്ട് ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്, മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇതിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം. കാര്യം ഒന്നും ആയിട്ടില്ല, കൊറിയർ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ നൈറ്റും കൂടെ ആയി. എനിക്കൊരു ഉച്ചയോടെ കൂടിയാണ് പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ നമ്മളെ വണ്ടിക്കകത്ത് ഇത് ഫുള്ള് ഓണാക്കി ഞാൻ കാണിച്ചു. സാധാരണ പോലെ അൺബോക്സിങ് മാത്രമല്ല, ഫുള്ള് ഓണാക്കി നമുക്ക് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെ സ്മൂത്ത് ഉണ്ടോ, അതേപോലെ എത്രത്തോളം അതിൻ്റെ ഹെഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ ഹെഡ്സും ഡിസ്പ്ലേ ക്വാളിറ്റിയൊക്കെ എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. കാര്യം ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് എപ്പോഴും നമ്മളെ കാലങ്ങൾ മാറി. ഞാനൊക്കെ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ഡിൻ്റെ സ്റ്റീരിയോസിൻ്റെ കാലമായിരുന്നു. ഇപ്പോൾ ഒരു 2018-19 കാലത്തോടെ കൂടി ആൻഡ്രോയിഡ് സ്റ്റീരിയോസിൻ്റെ യുഗത്തിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാര്യം എപ്പോഴും ഉപയോഗം എന്ന് പറയാം, ആൻഡ്രോയിഡ് സ്റ്റീരിയോ മാക്സിമം 1 അല്ലെങ്കിൽ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് വരെയൊക്കെ മാക്സിമം ലൈഫോടെ ഉള്ളൂ ഏതൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ എടുത്താൽ പോലും. അപ്പം അതിനേക്കാളും ബെറ്ററായി ഞാൻ ഇപ്പോഴും സെലക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പൈനിയറോ സോണിയോ കെൻവുഡോ അങ്ങനെയുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ JVCയുടെ ഒക്കെ ബ്രാൻഡിൻ്റെ ഡബിൾ ഡിൻ്റെ സ്റ്റീരിയോസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുടെ ഡബിൾ ഡിൻ്റെ സ്റ്റീരിയോസ്. അതൊക്കെയാണെന്ന് ഒരു 10 കൊല്ലം വരെ എവിടെ ഇരുന്നുള്ളൂ ആ സാധനം. അത്രയും ക്വാളിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് സോണിയുടെ ഡബിൾ ഡിൻ്റെ സ്റ്റീരിയോസ് ബ്ലൂടൂത്തും ഡിസ്ക് വിടുന്ന പോലും മോഡലിൽ പോലും നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 18,000 രൂപ. ആ വിലയ്ക്ക് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെലക്ട് ചെയ്യാം. കാര്യം ഒരു 14,000-15,000 എടുത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ. പക്ഷേ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ നല്ലൊരു ബഡ്ജറ്റിലാണ് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ. കാര്യം വെച്ചാൽ എല്ലാവർക്കും ഒരു 14,000-12,000 ആ റേഞ്ചിനകത്ത് കിട്ടുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ. എന്താ നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം നമുക്ക് ആ പാക്കറ്റ് പൊട്ടിക്കാം. കാര്യം നമ്മുടെ ഷോപ്പിൽ കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നു. പോരാത്തതിന് നല്ല വർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അലങ്കോലം ഇവിടെ കാണുന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്താ നമ്മൾ ഓപ്പൺ ചെയ്തു. കണ്ടില്ലേ, മാaz beatz കംപ്ലീറ്റ് ആൻഡ്രോയിഡ് സൊല്യൂഷൻ എന്നാണ് അവരെ ബ്രാൻഡ് നെയിംസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് മൾട്ടിമീഡിയ സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡാഷ്ബോർഡ് ആൻഡ്രോയിഡ്. ഇതിനകത്ത് വരുന്ന വൈഫൈ, ബ്ലൂടൂത്ത് കാളിംഗ് ആൻഡ് മ്യൂസിക് വരുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമ്മൾ കാളിങ്ങും അതേപോലെ തന്നെ നമ്മളെ കോൺടാക്ട്സും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്, ബ്ലൂടൂത്ത് വെച്ച് വീഡിയോസ് കാണാൻ പറ്റും, ബ്ലൂടൂത്ത് വെച്ച് വീഡിയോസ് കാണാൻ പറ്റത്തില്ല. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, USB പോർട്ട് 2 USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഗൂഗിൾ GPS മാപ്പ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, യൂട്യൂബ്, പിന്നെ ഗൊറില്ല ഗ്ലാസ് 2.5 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടാത്തൊരു ഇതാണ് കേട്ടോ. ഗൊറില്ല ഗ്ലാസ് അങ്ങനെ പൊതുവേ ആൻഡ്രോയിഡ് സ്റ്റീരിയോസിന് അങ്ങനെ വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് വെച്ചാൽ 10 ഇഞ്ച് വരുന്നുണ്ട്, 10.1 ഇഞ്ച് സ്ക്രീനും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആൻഡ്രോയിഡ് നമുക്ക് 1 ഇയർ വാറണ്ടി, ആദ്യം ഇവർക്ക് 2 വർഷം വാറണ്ടി ഉണ്ട്. ഇപ്പോൾ 1 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാക്കറ്റ് തന്നെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ നേരത്ത് എവിടെ നമ്മൾ പാർസൽ സർവീസുകാരെ എടുത്ത് എറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ടെർമോക്കോളും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ അയച്ചിരിക്കുന്നതാണല്ലേ. ഇതിനകത്ത് കുറേ ടെർമോക്കോൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കത് ഇതിൻ്റെ കുറച്ച് കൺസേൺസുകൾ വരുന്നുണ്ട്. കാര്യം നമുക്ക് ആൻഡ്രോയിഡ് പ്ലെയറിൻ്റെ കപ്ലെയർ വരത്തില്ല. ആൻഡ്രോയിഡ് പ്ലെയറിൻ്റെ കപ്ലെയർ വരാത്തതിന് നമുക്ക് ഒരു വണ്ടിയുടെ പാനലിൻ്റെ കൂടെ കപ്ലെയർ വരുന്നത്, സ്റ്റീരിയോ കപ്ലെയർ വരുന്നത്. അപ്പോൾ നമുക്കിന്ന് ചെക്ക് ചെയ്യുന്നത് സ്വിഫ്റ്റിലാണ് നമ്മളിന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ കപ്ലെറും കാര്യങ്ങളൊക്കെ എൻ്റെ കൈവശമുണ്ട്. ഇതാ നമുക്ക് ഇതിനകത്ത് മൊത്തം ഇത്രയും കോഡ് വയർ വരുന്നുണ്ട്. ഇതിനകത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളെ സബ് ഔട്ട്, ഈ ഗ്രീൻ വരുന്ന എപ്പോഴും സബ് ഔട്ടാണ്, സിംഗിൾ ആണ്. സ്പ്ലിറ്റർ ഇട്ടിട്ട് വേണം സബ് ഔട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് സബ് നമുക്ക് സബിൻ്റെ ഓഡിയൻസും കൺട്രോളും കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ ഇത് ആമ്പിൻ്റെ വയറാണ്, ആമ്പ് ഓഫ്. നമ്മളിപ്പം നമ്മൾ രണ്ടാമത് സ്റ്റീരിയോ വയ്ക്കാൻ നേരത്തായാലും നമുക്ക് ആമ്പ് ഓഫ് ആക്കാനായിട്ട് രണ്ടാമത് നമ്മൾ സ്വിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് വയ്ക്കുന്നതിന് പകരമായിട്ട് മേഖലയിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ആംപ്ലിഫയർ ഉണ്ട്. ആ ഓപ്ഷൻ ഓഫ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആമ്പ് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതിനുവേണ്ടി അങ്ങനെ സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ 2 പ്രീ ഔട്ട് ഇട്ടിട്ടുണ്ട്. നോർമലായിട്ട് ഒരു വീഡിയോ ഔട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമറ ജാക്ക് കൊടുത്തിട്ടുണ്ട്.
റിവേഴ്സ് ക്യാമറയുടെ ജാക്കാണ് ഇത് വന്നിട്ട്. പിന്നെ 2 USB പോർട്ട് വന്നിട്ടുണ്ട്. നോർമലായിട്ട് നമ്മളൊരു GPS ആൻഡ്രോയിഡ് GPS ആൻഡ്രാണ്, GPS ട്രാക്ക് ചെയ്യണമെന്ന് GPS ആൻഡ് കാണും. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഞാൻ ഒന്ന് പൊട്ടിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ വാറണ്ടി കാർഡും കാര്യങ്ങളെല്ലാം 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മളെ സ്റ്റീരിയോയ്ക്കകത്ത്. ഇതാണ് നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നത്. ഇത് 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ടൊരു 90% വണ്ടികളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിയോസ് ആണ് 9 ഇഞ്ച് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. 10 ഇഞ്ച് വരും നമ്മളെ ഓൾഡ് സ്വിഫ്റ്റ്, അതേപോലെ ന്യൂ സ്വിഫ്റ്റ്, അതേപോലെ പുതിയ ക്രെറ്റ, ഹോണ്ട സിറ്റി, ജാസ് അങ്ങനെയുള്ള വണ്ടിയൊക്കെയാണ് 10 ഇഞ്ച് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാം 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ആണ് വരുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ ഇനിയൊരു ഫ്രെയിം ഉണ്ട്. ഏത് വണ്ടിക്കാണോ വേണ്ട ആ വണ്ടിയുടെ ഫ്രെയിമും കൂടെ സെപ്പറേറ്റ് ആഡ് ചെയ്താണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് 2 പോർട്ടും കാര്യം എന്ന് വെച്ചാൽ ഇവർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഈ പോർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പോരാത്തതിന് നേരത്തെ ബ്ലാക്ക് ഷെയ്ഡാണ് ഇവിടെ ബാക്കിലാണ് കൊടുത്തിരുന്നത്. അതിലും കാര്യങ്ങളും ഫ്യൂസിൻ്റെ കാര്യങ്ങളിലും എല്ലാത്തിനും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ ഒന്നും കൂടെ അൺബോക്സ് ചെയ്ത് വീഡിയോസ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എത്രത്തോളം ക്വാളിറ്റി, പെർഫോമൻസ്, ഓഡിയോ ക്വാളിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് തന്നെ കേട്ടോ, അതായത് സ്റ്റീരിയോ ഓണായി വരാൻ തന്നെ ആൻഡ്രോയിഡ് എന്നും പറഞ്ഞ് എഴുതി കാണിക്കും. അതെല്ലാം ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതായത് പ്യുവർ ആൻഡ്രോയിഡിലാണ് ഇങ്ങനെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോസിൽ ഒരു മിക്കുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് എല്ലാം ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നില്ല ഒറിജിനൽ ആൻഡ്രോയിഡ്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റാർട്ട് ചെയ്യും നമ്മളെ ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ, അതായത് റിയൽമി ഒക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു പ്യുവർ ആൻഡ്രോയിഡ്, അതേപോലെ OnePlus അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ പ്യുവർ ആൻഡ്രോയിഡ് ആണ്. അവർക്കൊക്കെ ഇതേപോലെയുള്ള ഓവറായിട്ടുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും എടുത്തിടാതെ തന്നെ അവർ നല്ല രീതിയിലുള്ള ഫാസ്റ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ ആൻഡ്രോയിഡ് എഴുതി കാണിക്കുന്നത്. ഇപ്പോൾ ഓപ്പണായി വന്നപ്പോൾ നല്ലൊരു തീമും കാര്യമാണ്. നേരത്തെ ഉള്ള ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സെയിം സാധനം തന്നെ നേരത്തെ ഒരു കൊല്ലം മുമ്പുള്ള ഇതിന്റെ തീമും അതേപോലെ തന്നെ അതിന്റെ ലോഞ്ചറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫറൻസ് ആയിരുന്നു. കാര്യം ഇപ്പോൾ ഉള്ളതിലെല്ലാം അവർ 2GB 16 ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടില്ല, ഇതിനകത്ത് 2GB 16 ഇതിന്റെ റാമും കാര്യങ്ങളും എല്ലാം വരുന്നത്. മെമ്മറി കാർഡ് 2GB, റാം 2GB, അതേപോലെ 16 ഇന്റൽ മെമ്മറി കാർഡും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ കണ്ടില്ലേ, ഇതിനകത്ത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ടല്ലേ. അത്യാവശ്യം നല്ല ഫാസ്റ്റ് തന്നെ. അതിനകത്ത് നമുക്ക് യൂട്യൂബും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നോർമൽ ആൻഡ്രോയിഡ് കണക്ക് അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരത്തില്ല. അതായത് പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് പ്യൂർ ആൻഡ്രോയിഡ് വരുന്ന മിക്കുള്ളതിലും അതേപോലെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ഗൂഗിളിന് മാത്രം സപ്പോർട്ട് ചെയ്താണ് ഈ പ്യൂർ ആൻഡ്രോയിഡ് വേണം. ഗൂഗിളിൻ്റെ എല്ലാ സർവീസുകളും ഉണ്ട്. കണ്ട പ്ലേ സ്റ്റോർ വരുന്നുണ്ട്, നമ്മളെ ഗൂഗിൾ വരുന്നുണ്ട്, അതേപോലെ ക്രോം അങ്ങനെയുള്ള യൂട്യൂബിനുള്ള ഗൂഗിളിലുള്ള തന്നെ യൂട്യൂബിൽ. പക്ഷേ അതിന് മാത്രം അവർ വലിയ പ്രാധാന്യം കാര്യങ്ങൾ കൊടുത്തില്ല. പക്ഷേ അതിന് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാർ സെറ്റിംഗ്സ് ആണ്. നോർമലായിട്ട് കാറിൻ്റെ സെറ്റിംഗ്സുകൾ, നെറ്റ്വർക്ക്, അതേപോലെ റിവേഴ്സിനുള്ള ലൈൻ, സ്ലീപ്പ്, ഫാക്ടറി റീസെറ്റ്, അതിനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ തീം, പിന്നെ ആൻഡ്രോയിഡ് നമ്മളെ GPS ട്രാക്കിംഗ് ആണ്. പിന്നെ APK ഇൻസ്റ്റാൾഡ് ഉണ്ട്. ഓക്സ് കേബിൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്സ് കേബിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെഹിക്കിൾസ് ഉണ്ട്. അതായത് നമ്മളെ ഹോണ്ട അക്കോഡ്, അതിനൊക്കെ ഓക്സ് കേബിൾ വഴിയാണ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ഔട്ടും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബേക്കിൽ ഇൻസ്റ്റാൾ കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ആക്സ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നമ്മളെ ബേക്ക് ഔട്ടിനകത്ത് വന്നിട്ടുണ്ട്, അതിൽ കൊടുക്കുക. പിന്നെ ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ ബൂട്ട്സ് വരുന്നുണ്ട്. അതായത് ഓഫ് ആക്കാനോ ഓൺ ആക്കാനോ നമ്മളെ റീബൂട്ട് ചെയ്യില്ല, അതേപോലെ ഉള്ള ഓപ്ഷൻസ് ആണ്. പിന്നെ നമ്മളെ ക്രോം, പിന്നെ ഇക്വലൈസറിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പത്തേക്കാളും ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇക്വലൈസറിന് വേണ്ടിയിട്ട്. അതായത് ഒരു മോഡിനനുസരിച്ച് ഇങ്ങനെ മാറി യൂസ് ചെയ്യാനുള്ള, അതേപോലെ ബാർഡ്സ്, അതേപോലെ തന്നെ നമ്മളെ ഫ്രീക്വൻസികളും, അതേപോലെ തന്നെ ക്രോസ് ഓവർ എല്ലാം ഇതിനകത്താണ് സെറ്റ് ആവുന്നിരിക്കുന്നതാണല്ലേ. ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് ലോഡും കാര്യങ്ങളെല്ലാം ഓഫ് ആക്കാനോ ഓൺ ആക്കാനോ ഉണ്ട്. അതേപോലെ മേളിൽ സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവില്ലേ, ഈക്വലൈസറും, അതേപോലെ സ്ക്രീൻ സേവർ, സെറ്റിങ്സ്, അഡ്ജസ്റ്റബിൾ ക്ലോസ്, അതേപോലെ മെമ്മറി ക്ലീൻ ചെയ്യാൻ, റീബൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് വരെ നമുക്ക് മേളിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പിന്നെ സ്ക്രീൻഷോട്ട്, അതൊന്നും പോലെ നോർമൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും എടുത്ത് പറയുകയാണ്, ഈ സർക്യൂട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, അതൊന്നും പോയി എടുക്കാതിരിക്കുക. കാര്യം സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടച്ചുപൂട്ടി പോയ ഒരു കമ്പനിയാണ്. പഴയ ഇരിക്കുന്നവർക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഷോപ്പിൽ പുള്ളി അതേപോലെ ചെയ്തുകൊണ്ടിരുന്നത്. ആ പുള്ളിക്ക് പണി കിട്ടിയെന്നല്ല, പുള്ളി മറ്റുള്ളവർക്ക് പണി കൊടുത്തു. അതാണ് സത്യം പറഞ്ഞാൽ അവിടെ നടന്ന കാര്യം. മറ്റുള്ളവർക്ക് പൈസ മേടിച്ചിട്ട് സാധനം കൊടുക്കാതിരിക്കും, അങ്ങനെ കഴിച്ചുള്ളൂ. പിന്നെ ഫയൽ മാനേജർ ഉണ്ട്. ഫയൽ മാനേജർ ഇങ്ങനെയാണ് എൻ്റെ ഫയൽ മാനേജർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ടല്ലേ. ഇതിനകത്ത് നമുക്ക് USB ഇടാൻ നേരത്ത് 2 USB ഓപ്ഷൻസ് ഉണ്ട്. ഒരു USB, സിംഗിൾ USB, അങ്ങനെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 2 USB നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ നിന്ന് ഗമ്മ് വെച്ചിട്ടുണ്ട്, ഞാൻ ഫ്ലോർ ചെയ്തായിരുന്നു ഗമ്മ് വെച്ചിട്ടുണ്ട്. അപ്പം ടച്ച് ഇച്ചിരി ആണ്, അപ്പം ഈ സിംഗിൾ കൈയോട് യൂസ് ചെയ്യാം. പിന്നെ ഗൂഗിൾ വരുന്നുണ്ട്, മ്യൂസിക്, പിന്നെ ഫോൺ ലിങ്ക് എന്ന് പറയുന്നത് ടിമ എന്ന് പറയുന്ന ആപ്പാണ് വന്നിട്ട്. ഫോൺ ലിങ്കിന് വേണ്ടി ടിമ എന്ന് പറയുന്ന ആപ്പാണ്.
ഈ ആപ്പിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഫോൺ ലിങ്ക് ആയിട്ട് ഫോണുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് മിറർ ലിങ്ക് കണക്ക് കണക്ട് ചെയ്യാൻ കണ്ടില്ല. ആൻഡ്രോയിഡ് USB കേബിളും കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്ത് അതേപോലെ ഐഫോണും കണക്ട് ചെയ്യാം. നമുക്ക് ഫോണിലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊടുത്തത്. പിന്നെ പ്ലേ സ്റ്റോറും റേഡിയോ പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ടല്ലോ. സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വീഡിയോസ്. ഇപ്പം നമുക്ക് അതിനകത്ത് മ്യൂസിക് ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം. അതിനകത്ത് നമുക്ക് സെറ്റിങ്സ് പോയിട്ട് എത്രയാണ് എത്ര കാര്യങ്ങളെല്ലാം ഉണ്ടെന്നൊക്കെ നമുക്ക് അതിൻ്റെ എബോട്ടിൽ പോയിട്ട് നോക്കാം. ആണല്ലേ 2GB റാം ഉണ്ട്. ഇന്റേണൽ 16 ഉണ്ട്. ഇനി അവൈലബിൾ 11.8GB, അതായത് 12GB അടുപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ അവർ അതിനകത്ത് തന്നെ ഒരു 4 GB അവർ ഇതിനകത്തുള്ള ആപ്പും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊസസ്സർ വന്നിട്ട് PT2313 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് വന്നിട്ട് 5 ആണ്. അത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് തന്നെയാണ്. നമ്മുടെ ഫോണിൽ 5.5 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും 5.5 കൊടുക്കാമായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ അത് മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് 2 വേരിയന്റിലുള്ള ബ്ലൂടൂത്ത് ഇതിനകത്ത് കണക്ട് ആവും. പിന്നെ വെർഷനും അതിനെപ്പോലെ സിസ്റ്റം നാവിഗേഷനും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ആൻഡ്രോയിഡ് ഏതാണെന്നുള്ളത് മാത്രം കൊടുത്തില്ല. അത് നമുക്ക് ആൻഡ്രോയിഡ് സെറ്റിങ്സിൽ പോയി നോക്കേണ്ടി വരും. എന്തായാലും ആൻഡ്രോയിഡ് സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ആൻഡ്രോയിഡ് സെറ്റിങ്സ് കാണും. എന്തായാലും മോർ ഓപ്ഷൻസിനകത്ത് ആൻഡ്രോയിഡ് സെറ്റിങ്സ് ഉണ്ട്. പിന്നെ സിസ്റ്റം ആൻഡ്രോയിഡ് 10 ആണ് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വെർഷൻസും കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡ് 10 ആണ്. അതിനകത്ത് ഓറിയോയുടെ ഫോട്ടോസ് ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഓറിയോ പോലെ തോന്നുമെങ്കിലും ഓറിയോ അല്ല, ആൻഡ്രോയിഡ് 10 തന്നെയാണ്. ആണല്ലേ വെർഷൻ ആൻഡ്രോയിഡ് 10 ആണ്, ഓറിയോ അല്ല. ഇപ്പോൾ അതിന് അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ IMEI നമ്പർ തന്നെ സ്കാൻ ചെയ്ത് വേണമെങ്കിൽ കോഡ് നോക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് കോഡ് SL8141E എന്ന് പറയുന്നൊരു മോഡലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. കാർ സെറ്റിങ്സും സൗണ്ടും അതേപോലെ തന്നെ നമ്മളെ ഡിസ്പ്ലേ നെറ്റ്വർക്കിനുള്ളതും അങ്ങനെയുള്ള ഒരുപാട് അത്യാവശ്യം നമ്മളെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഇതേ സെയിം മെത്തേഡ്സ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തത്. നമുക്ക് ഇതിനകത്ത് ഉള്ളൊരു സിം ഇടാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ആ സാധനം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ നൈറ്റ് എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ പകലെടുത്താൽ എൻ്റെ സ്ക്രീൻ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കാം. ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഫോണിലായതുകൊണ്ട് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും നമുക്കൊരു സോങ്സ് ഇട്ട് നോക്കാം. NCS സോങ്സ് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ക്രോം തന്നെ യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ടാവില്ലേ. നല്ല ഫാസ്റ്റായിട്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ഓടായി വരുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ യൂട്യൂബും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയത്. നമുക്ക് എന്തായാലും NCS സോങ്സ് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് കിട്ടും. NCS സോങ്സ്, അതായത് നോ കോപ്പിറൈറ്റ് സോങ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് NCS സോങ്സ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം നമ്മൾ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ സൈഡിൽ പാനലായിട്ട് എൻ്റെ വിരൽ നിൽക്കുന്ന ഭാഗത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സൈഡിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. What's left, and we'll go through the wastelands, through the highways, till my shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll go. ഇതേപോലെ സോങ്സ് കേൾക്കണം. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺ തന്നെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ NCS സോങ്സ് കണ്ടില്ല. NCS സോങ്സിന് തന്നെ അത്യാവശ്യം നല്ല നമുക്ക് ഓളിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓളിയത്തിന് വരും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇങ്ങനെ കുറവായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാംസും കൂടെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാംസിൻ്റെ ലിങ്ക്സും കാര്യങ്ങളെല്ലാം നമ്മളെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ എന്താ നമ്മളെ വീഡിയോസ് കണ്ടില്ലേ, അപ്പോൾ എനിക്ക് ഇത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളെ എല്ലാം ടച്ചും കാര്യങ്ങളെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഔട്ടർ എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ വീഡിയോസ് എല്ലാം കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കണമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം ഓണാക്കി നമ്മൾ സോങ്സ് വിട്ട് കേട്ടു. എടുക്കുന്ന താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ നമ്മളൊരു ഫ്രണ്ടിൻ്റെ സ്വിഫ്റ്റാണ് ഇതേപോലെ ഊരിയെടുത്തത്. അപ്പോൾ പുള്ളി എനിക്ക് പണിയാൻ തന്ന വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ കപ്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളുടെ വണ്ടി തരാൻ നേരത്ത് നമ്മളെ സൂക്ഷിച്ചും കണ്ട് അവരുടെ അടുത്ത് ചോദിക്കാതെ നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. അപ്പം എപ്പോഴും നമ്മൾ ചോദിച്ചിട്ട് മാത്രം ആരുടെ വണ്ടി എടുത്താൽ പോലും അങ്ങനെ ചെയ്യുക. അതുമാത്രമല്ല നല്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഒക്കെ നല്ലതുണ്ട്. DSP എന്ന് പറയുന്ന ഒരു മോഡൽ, DSP അല്ല DHC എന്ന് പറയുന്ന ഒരു മോഡൽ ബ്രാൻഡ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. പക്ഷേ കോസ്റ്റ്ലിയാണ്. അതേപോലെ തന്നെയാണ് ബ്ലോ പങ്ക് എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. പക്ഷേ അത് നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഏകദേശം 25-23 അകത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് മേടിച്ചൊക്കെ താല്പര്യമില്ലാത്തതാണ് ഈ സ്റ്റീരിയോ നോക്കുക. ഏകദേശം 14,000 രൂപ 15,000 രൂപയ്ക്ക് ഈ സ്റ്റീരിയോയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ലഭിക്കുക. അതേപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ വീഡിയോസ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. അവസാനം ഒരു പോകുന്നതിന് ഒരു വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നൊരു മാക്സിമം എനിക്ക് അവരുടെ പേരും സ്ഥലവും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഉപകാരമാകും. കാര്യം വേറൊന്നും കൊണ്ടില്ല, ഒരുപാട് പേര് ഇട്ടില്ല. ഇതേപോലെ ചോദിച്ചിട്ട് അവർക്കുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. കാര്യം ഏതാണ് പറഞ്ഞതെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണണമെന്നുള്ളവരാണെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വരാം.